ക്വസ്റ്റ്യൻ നമ്പർ 3. Let A is equal to A is equal to set 1 2 set 3 4 5. ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരു പ്രതിഭാസമാണ്, ഒരു ഫിനോമിനലാണ് ഇവിടെ കാണുന്നത്. എന്താണ്? 1 2 5 ഒരു കുഴപ്പമില്ല, നമ്മൾ സാധാരണ കാണുന്ന ആളുകളൊക്കെ തന്നെ. പക്ഷെ ഇവിടെ സെറ്റിനകത്തിലെ എലമെന്റ് ആയിട്ട് വീണ്ടും ആര് വരുന്നു? ഒരു സെറ്റ് വരുന്നു. ആര് വരുന്നു? അങ്ങനെ വരാം. അങ്ങനെ അപ്പൊ അഭയദേവണ്ണ സെറ്റിനകത്തിലെ എലമെന്റ് ആയിട്ട് ആർക്ക് തന്നെ വരാം? സെറ്റിന് തന്നെ വരാം. ഈ ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം താഴെ കൊടുത്തിരിക്കുന്നവയെ ഓരോന്നായിട്ട് പരിശോധിക്കാൻ. എന്തോ ചോദ്യം? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ് ആൻഡ് വൈ? ഒന്നാമത്തെ ഒന്ന് വായിച്ചാട്ടെ. സെറ്റ് 3 4 മിണ്ടുന്നില്ലേ? സെറ്റ് 3 4 സബ്സെറ്റ് ഓഫ് എ. നിങ്ങളുടെ അഭിപ്രായം? സെറ്റ് 3 4 എന്ന് പറയുന്നത് എയുടെ ആരാണ്? സബ്സെറ്റ് ആണ്. അത് നിങ്ങളുടെ അഭിപ്രായം പറയൂ. ശരിയോ തെറ്റോ? പിന്നത്തെ കാര്യം. ശരിയാണ്. അല്ല, തെറ്റാ. ഇത് ഫോൾസാ. ഇതെന്താണ്? അപ്പൊ ചോദ്യം, എങ്ങനെ ഇത് ശരിയാകും? സെറ്റ് 3 4 ഈസ് ആൻ എലമെന്റ് ഓഫ് എ എന്നായിരുന്നെങ്കിൽ ശരിയായത്. അപ്പൊ ഒരു ശരി മനസ്സിലായോ? ഈ ശരികൾ പിന്നീടുള്ള പല ചോദ്യങ്ങളുടെ ഉത്തരത്തിന് നമുക്ക് ഉപകാരപ്പെടും. ഓക്കെ, വേറെ ഒരു വിധത്തിൽ കൂടി ഇത് ശരിയാക്കാം. ആർക്കെങ്കിലും പറയാമോ? എങ്ങനെ? പറയൂ. ഇത് വേറൊരു വിധത്തിൽ കൂടെ ശരിയാക്കാം. ഇങ്ങനാണ്. സെറ്റ് 3 4 ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്നാണെങ്കിലും ഈ സംഗതി എന്താണ്? ട്രൂ ആണ്. ഇങ്ങനെ രണ്ട് വിധത്തിൽ നമുക്ക് ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യാം? കറക്റ്റ് ചെയ്യാം. അതൊന്ന് സൈഡിലോട്ട് എഴുതിയിടുന്നത് ഇനിയുള്ളവരെ വെരിഫൈ ചെയ്യാൻ നമുക്ക് ഉപകാരപ്പെടും. എഴുതിയിട്ടെ. ഇത് എന്റെ സൈഡിലോട്ട് വർക്കിംഗ് കോളത്തിലോട്ട് നാടി ചെയ്തിട്ടാ മതി. മൊത്തം പറഞ്ഞാൽ ഇത് രണ്ടെണ്ണം. നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ വേണ്ടി ഇത് മാത്രമേ ഉള്ളൂ. ഇത് രണ്ടെണ്ണം നമ്മൾ അതിനകത്തിൽ ഇങ്ങനെ ചെയ്താൽ അത് കറക്റ്റ് ആകും. എഴുതിയിട്ടേക്കുന്നതാണ്. ഓക്കെ ആണോ? ഈ കണക്കും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന ഒരേ ഒരാളെ ഉള്ളത് ആരാണ്? റോബർട്ട്. എന്നെണ്ണ സെറ്റ് 3 4 എന്ന് പറയുന്നത് ഈ എ എന്ന് പറയുന്ന സെറ്റിലെ ഒരു എലമെന്റാ. ആ എലമെന്റ് സബ്സെറ്റ് ആകണമെങ്കിൽ അതിനൊന്നുകൂടെ എന്ത് വരണം? സെറ്റിന്റെ സിമ്പിൾ വരണം. ഇവിടെ കിട്ടിയോ? ഹലോ, എഴുതി കഴിഞ്ഞോ? ഓ, ആവിയില്ല, എനക്കോ ഇല്ല. കഴിഞ്ഞോ? അണ്ണാ റെഡിങ്കിൽ എടുക്കണം. എല്ലാ തിരുത്തലുകളും റെഡിങ്കിൽ വരുത്തണം. റെഡിങ് അല്ലാത്ത ഒരു പേനായും വർക്ക് ബുക്ക് വെരിഫൈ ചെയ്യുമ്പോൾ ഉണ്ടാകണ്ട. എന്താണ് അതിന്റെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ? മിണ്ടുന്നില്ല. എന്തുവാണ് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ? സെറ്റ് 3 4 എലമെന്റ് ഓഫ് എ. സെറ്റ് 3 4 എലമെന്റ് ഓഫ് എ. സെറ്റ് 3 4 എലമെന്റ് ഓഫ് രണ്ടാട്ടോ. തൊട്ട് മുകളിൽ നമ്മൾ കറക്റ്റ് ഉത്തരം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉത്തരം നോക്കിക്കേ, ശരിയാണോ തെറ്റാണോ? സെറ്റ് 3 4 എന്ന് പറയുന്നത് എയിലെ എലമെന്റ് ആണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ സംഗതി എന്താണ്? ട്രൂ ആണ്. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. അടുത്തത് മൂന്നാമത്തെ ചോദ്യം. മൂന്ന് പറഞ്ഞോ? ഓ, എന്റെ പിള്ളേർ ഉണ്ടായിരിക്കുന്നത്. സെറ്റ് 3 4
ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ട്രൂ ഓർ ഫോൾസോ? ട്രൂ ഓർ ഫോൾസോ? ട്രൂ. ആ സ്വപ്നാസ് മോഡത്തിന് എന്തോ സംശയമുണ്ട്? ഇല്ല, ലൈറ്റ് എത്തുമ്പോ പറയണെന്ന് ഞാൻ പറഞ്ഞ. ആ അടുത്ത എത്രാണ് ചോദ്യം? അടുത്ത എത്രാണ് ചോദ്യം? 4. എന്താ 4ാമത്തെ ചോദ്യം? വൺ എലമെന്റ് ഓഫ് എ. ഒന്നെന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ആണ്. ശരിയോ തെറ്റോ? ശരിയാണോ? ഈ ഒന്നെന്ന് പറയുന്നത് എക്കത്തിലെ എലമെന്റ് അല്ലേ? അപ്പൊ നമ്മളെന്ത് എഴുതി വെക്കും? ട്രൂ. ട്രൂ. ആ അടുത്ത 5ാമത്തെ സബ് ക്വസ്റ്റ്യൻ. 5. വൺ ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ട്രൂവോ ഫോൾസോ? ഫോൾസ്. ഒരു സെക്കൻഡ് ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കുക. സംഗതി ഫോൾസ് ആണ്, മനസ്സിലായി. ഇത് ഏതൊക്കെ വിധത്തിൽ ശരിയാക്കാം? ആ വൺ ഈസ് ആൻ എലമെന്റ് ഓഫ് എ എന്ന് എഴുതിയാൽ എന്താണ്? ട്രൂ ആണ്. വേറൊരു വിധത്തിൽ കൂടെ ശരിയാക്കാം. ആ 2 സെറ്റും. സെറ്റ് 1 സെറ്റ് 1 ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് എഴുതിയാലും എന്താകും? ട്രൂ ആണ്. ഇതൊന്ന് സൈഡ് ആഡ് ചെയ്തിട്ടെ. 5 കറക്റ്റ് ചെയ്തോ? 5 കറക്റ്റ് ചെയ്തോ? അടുത്തത് 6ാമത്തെ പറഞ്ഞാട്ടെ. 6ാമത്തെ പറഞ്ഞാട്ടെ. സെറ്റ് 1 to 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എ. നിങ്ങളുടെ അഭിപ്രായം? 1, 2, 5 ഇവർ 3 പേർ ചേരുന്ന സെറ്റ് ഈ എ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ് ആണോ എന്നാണ് ചോദ്യം. ആണോ അല്ലയോ? ആണ്. അപ്പൊ ട്രൂ. 6. ഇനി എത്രാമത്തേത്? 7. എന്താണ് 7ാമത്തെ ചോദ്യം? ഇതുകൊണ്ട് പിള്ളേർ ഉണ്ടെന്നില്ല. 7ാമത്തെ ചോദ്യം എന്തോടെ? സെറ്റ് 1 to 5 എലമെന്റ് ഓഫ് എ. ട്രൂ ഓർ ഫോൾസോ? സെറ്റ് 1 to 5 എലമെന്റ് ഓഫ് എ. ഫോൾസ്. അപ്പൊ ഇതെങ്ങനെ ട്രൂ ആകുന്നേ? നേരെ കിടപ്പുണ്ട്. സെറ്റ് 1 to 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എ ആണെങ്കിൽ ഇത് ട്രൂ ആകും. വേറെ ഏതെങ്കിലും ഇത് ട്രൂ ആകുമോ? രണ്ടിതും കളഞ്ഞാൽ മതി. ബ്രാക്കറ്റ് കളഞ്ഞിട്ടെ 1, 2, 5 എലമെന്റ് ഓഫ് എ എന്ന് പറഞ്ഞാലും എന്താണ്? കറക്റ്റ് ആണ്. സംഗതി ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. അടുത്ത ഏത് ക്വസ്റ്റ്യൻ? അറിയാ വേണ്ട പിള്ളേർ മിണ്ടുന്നില്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 8. വായിച്ചാട്ടെ. സെറ്റ് 1, 2, 3 സെറ്റ് 1, 2, 3 സബ്സെറ്റ് ഓഫ് എ. പറഞ്ഞാട്ടെ. സെറ്റ് 1, 2, 3 എയുടെ സബ്സെറ്റ് ആണ്. ഫോൾസ്. കാരണം 1ഉം 2ഉം ഓക്കെയാ. 3 എന്ന് പറയുന്ന ഒരു എലമെന്റ് എവിടെ ഇല്ല? എവിടെ ഇല്ല? അപ്പൊ അവയതേ ചോദിക്കുന്നൊരു കണ്ണ് കാണത്തില്ല. ഇവിടെ വെണ്ടക്ക അക്ഷരത്തിൽ 3 എന്ന് എഴുതി വെച്ചിട്ടില്ലേന്ന്. അത് 3 അല്ല. പിന്നെ ആരാ? സെറ്റ് 3, 4. ആരാണ്? ആ സെറ്റ് 3, 4 ആണ് ബി എ എവിടുത്തെ എലമെന്റ് ആയിട്ട് വരുന്നത്? എയിലെ എലമെന്റ് ആയിട്ട് വരുന്നത്. അല്ലാതെ സെറ്റ് 1, 2, 3 3 എവിടുത്തെ എലമെന്റ് അല്ല? എയ്ക്കകത്തിലെ എലമെന്റ് അല്ല. അപ്പൊ ഇതെന്തല്ല സാധനം? സബ്സെറ്റ്. സബ്സെറ്റ് ആണോ? അല്ല. അപ്പൊ നമ്മൾ എന്ത് എഴുതി നോക്കാം? ഫോൾസ്. ഫോൾസ്. അപ്പൊ 8ആയി. അടുത്തത് 9ാമത്തെ ചോദ്യം എന്താണ്? 9 5 ഈസ് ആൻ എലമെന്റ് ഓഫ് എ. ഈ 5 ആരാ? നൾ സെറ്റ്. ഈ നൾ സെറ്റ് എന്ന് പറയുന്നത് എയിലെ എലമെന്റ് ആണെന്ന് അഭിപ്രായം. ഫോൾസ്.
ഇതെങ്ങനാ കറക്റ്റ് ആക്കുന്നേ? ആ, ഫൈവ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്നാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇതൊക്കെ ഒന്ന് സൈഡിൽ ഒന്ന് നോട്ട് ചെയ്യാൻ നല്ലതായിരിക്കും കേട്ടോ. കേട്ടോ, അപ്പൊ അടുത്ത വായിച്ചാട്ടെ. പത്താമത്തെ, ഫൈവ് സബ്സെറ്റ് ഓഫ് എ. ട്രൂ ഓഫ് ഓൾസോ? ട്രൂ ഓഫ് ഓൾസോ? ട്രൂ. ആ, ഇനി അടുത്തത്. അടുത്ത 11ാമത്തെ, സെറ്റ് ഫൈവ് സബ്സെറ്റ് ഓഫ്. നിങ്ങളുടെ അഭിപ്രായം? ഫോൾസ്. കാരണം ഇങ്ങനെ ഒരു സിമ്പൽ ഇല്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി വെക്കാം, ഫൈവ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ. അല്ലെങ്കിൽ വേണ്ട ഇങ്ങനെയും ആരെ എഴുതാറുണ്ട്? ഇങ്ങനെയും ആരെ എഴുതാറുണ്ട്? സെറ്റിന്റെ ബ്രാക്കറ്റ് മാത്രം, അതിനകത്ത് ആരില്ല, ആരുമില്ല. അപ്പൊ അതാരെയാ സൂചിപ്പിക്കണേ? എംപ്റ്റി സെറ്റ്, നൾ സെറ്റിനെ ഇങ്ങനെയും എന്ത് ചെയ്യാം, എഴുതാം. ഇതും ആരുടെ സബ്സെറ്റ് ആണ്? എയുടെ. എന്നാൽ ഇത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്യുന്ന ഒരു സെറ്റ് എവിടെ ഇല്ല? മാത്സിനകത്ത് ഇല്ല. അങ്ങനല്ലേ അവർ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ ട്രൂ ഓഫ് ഓൾസോ? ട്രൂ ഓഫ് ഓൾസോ? ട്രൂ ഓഫ് ഓൾസോ? ഫോൾസ്. ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ല. അപ്പൊ എല്ലാ ചോദ്യത്തിനും ഉത്തരവായല്ലോ? എല്ലാത്തിനും ഉത്തരവായോ? എല്ലാത്തിനും ഉത്തരവായോ? ആയോ? ഓൾ സ്റ്റാൻഡ് അപ്പ്. സെറ്റ് എ ആരാണ്? വളരെ 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 ശ്രദ്ധിച്ചിരിക്കണം. ഇതിന്റെ സബ്സെറ്റ് എഴുതാനാണ് ചോദ്യം. ഇതിന്റെ നല്ല അഭിനവേ, ഏത് സെറ്റിന്റെ സബ്സെറ്റ് എഴുതാൻ പറഞ്ഞാലും ആദ്യം നോക്കേണ്ടത് ഇതിന് എത്ര സബ്സെറ്റ് ഉണ്ടെന്നാണ്. അതിന് നമ്മൾ എന്തോ ഒരു ഐഡിയ പിടിച്ചിട്ടുണ്ടല്ലോ. എ എന്ന് പറയുന്ന സെറ്റിൽ m എലമെന്റ് ഉണ്ടെങ്കിൽ അതിന് 2m സബ്സെറ്റ് ഉണ്ടാവും. 2m. ഈ സെറ്റിനകത്ത് എത്ര എലമെന്റ് ഉണ്ട്? 2 എലമെന്റ് ഉണ്ട്. 2 എലമെന്റ്, 1 എലമെന്റ്. എത്ര എലമെന്റ് ആണ്? അപ്പൊ ഇതിന് എത്ര സബ്സെറ്റ് കാണും? 2:1 ഈക്വൽ 2 സബ്സെറ്റ്. എത്രണ്ണം കാണും? അതേതൊക്കെയാ? 2 എണ്ണം. ഒന്ന്, ആ സെറ്റ് തന്നെ അതിന്റെ ഒരു സബ്സെറ്റ് ആണല്ലേ. ഇപ്പൊ സെറ്റ് എ. പിന്നെ നമ്മൾ വേറെ എന്തോ റിമാർക്ക് പഠിച്ചായിരുന്നു, നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. അപ്പൊ ദിയ വിനോദ്, അപ്പൊ ആരൊക്കെയാണ് ഈ സെറ്റിന്റെ സബ്സെറ്റുകള്? സെറ്റ് എയും ഫൈയും. ശരിയാണെങ്കിൽ ശരിയിടുക. അടുത്ത ആരാണ്? അടുത്തത് സെറ്റ് എ ബി. ആരാണ്? ആ, നോക്കാം. സെറ്റ് എ ബി. ഇതിൽ എത്ര എലമെന്റ് ഉണ്ട്? 2 എലമെന്റ് ഉണ്ട്. അപ്പൊ ഇതിന് എത്ര സബ്സെറ്റ് കാണും? 2:2 ഈക്വൽ 4 എലമെന്റ്. ആ, ആരൊക്കെയെന്ന് പറഞ്ഞാട്ടെ. ആദ്യം 1 എലമെന്റ് ഉള്ള സെറ്റ്, സെറ്റ് എ, സെറ്റ് ബി. ഇനി 2 എലമെന്റ് ഉള്ള സെറ്റ്, സെറ്റ് എ ബി, നൾ സെറ്റ്. 4 പേരായോ? 4 പേരായോ? ഓക്കെ. അടുത്തത് സെറ്റ് 1, 2, 3. ആ, പറഞ്ഞാട്ടെ. ആദ്യം 1 എലമെന്റ് ഉള്ള സെറ്റ്, സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3. ഇനി 2 എലമെന്റ് ഉള്ള സെറ്റ്, സെറ്റ് 1, 2, സെറ്റ് 2, 3, സെറ്റ് 1, 3. ഇനി 3 എലമെന്റ് ഉള്ള സെറ്റ്, സെറ്റ് 1, 2, 3. 5. അല്ല, ഇതിനു മുമ്പ് നമ്മൾ ഒരു കാര്യം ചെക്ക് ചെയ്തില്ല. അവിടെ പോട്ടെ. ഏറ്റവും ബൈക്കിൽ എന്തൊരു ചെക്ക് ചെയ്യാൻ മറന്നുപോയ കാര്യം, എക്കകത്തിൽ എത്ര, അല്ലെങ്കിൽ ഈ സെറ്റിനകത്ത് എത്ര എലമെന്റ് ഉണ്ട്? 3 എലമെന്റ്. അപ്പൊ ഇതിന് എത്ര സബ്സെറ്റ് കാണും? 2:3 ഈക്വൽ 8 എലമെന്റ്. എത്ര എലമെന്റ് ഉണ്ട്? നോക്കിക്കേ. 1, 2, 3, 4, 5, 6, 7, 8. കറക്റ്റ് ആണല്ലോ. ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ബുദ്ധിമുട്ട്? എന്താ ശ്രദ്ധിക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട്.
ഒരു സെറ്റിനകത്ത് m എലമെന്റ് ഉണ്ടെങ്കിൽ അതിന് എത്ര സബ്സെറ്റ് നമ്മൾ പഠിച്ചത്? 2 m. ആ 2 അവിടെ പെർമനന്റ് ആണ്. റേസ് ടുവിലെ നമ്പർ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? സെറ്റിനനുസരിച്ച് മാറത്തുള്ളൂ. കറക്റ്റ് ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ലാസ്റ്റിലത്തെ ആരാണ്? 5. ഈ 5 എന്ന് പറഞ്ഞാൽ ആരാ? നൾ സെറ്റ്. നൾ സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ട്? 0 എലമെന്റ്. അപ്പൊ നൾ സെറ്റിന് എത്ര സബ്സെറ്റ്? അടിപൊളിയായിട്ടുണ്ട്. 2 സബ്സെറ്റ്. 2 സബ്സെറ്റ്. എനി ക്വാണ്ടിറ്റി റേസ് ടു 0. അടിപൊളിയായിട്ടുണ്ട്. 1. എനി ക്വാണ്ടിറ്റി റേസ് ടു 0 എത്രയാണ്? 1. അപ്പൊ 2 എത്ര? എന്ന് എനി ക്വാണ്ടിറ്റി റേസ് ടു 0 എത്രയാണ്? എത്ര വലിയ നമ്പർ ആയിക്കോട്ടെ, എത്ര ചെറിയ നമ്പർ ആയിക്കോട്ടെ, റേസ് ടു 0 വന്നാൽ ഉത്തരം എന്താണ് വരുന്നത്? 1. അപ്പൊ ഇതിന് എത്ര സബ്സെറ്റ് ഉണ്ട്? ഒരൊറ്റ സബ്സെറ്റ്. അതേതാ? നൾ സെറ്റ് തന്നെ. ആര് തന്നെയാണ്? നൾ സെറ്റ്. ക്ലിയർ ആയോ? ഹലോ, ക്ലിയർ ആയോ? ആയി. അപ്പൊ ദിയ മാഡം, ഈ 3-ാമത്തെ 4-ാമത്തെ ആൻസർ എല്ലാവരും എഴുതിയിട്ടുണ്ടോ? ചെക്ക് ചെയ്താട്ടെ.